എന്തുകൊണ്ട് പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരണം എന്നതിൻ്റെ കൃത്യമായ ഉത്തരം തന്നെയാണ് ഇന്ന് നടന്ന ബഡ്ജറ്റ് സമ്മേളനം. അതിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വച്ച ആശയങ്ങൾ, സാധാരണക്കാരന് വേണ്ടി ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വച്ച ആശയങ്ങൾ, ഈ ആശയങ്ങളിലുണ്ട് എന്തുകൊണ്ട് ഇനിയും പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരണമെന്ന്. കൃത്യമായ ജനക്ഷേമമാണ് പിണറായി സർക്കാരിന്റെ ഇടതുപക്ഷ സർക്കാരിന്റെ ലക്ഷ്യമെന്ന് തെളിവാകുന്ന ഒരു ബഡ്ജറ്റ് സമ്മേളനം തന്നെയായിരുന്നു ഇപ്പോ കഴിഞ്ഞത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ KN ബാലഗോപാൽ പറഞ്ഞു വച്ച 2 പോയിന്റുകൾ, ആ 2 പോയിന്റുകൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയത് തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ പ്രാധാന്യമർഹിക്കുന്ന 2 വിഷയങ്ങൾ തന്നെയായിരുന്നു. അതിലൊന്ന് വിദ്യാർത്ഥികളുടെ അപകട ഇൻഷുറൻസ് ആണ്. നമ്മുടെ കുട്ടികൾ അവർ സ്കൂളിലേക്ക് പഠിക്കാൻ പോകുന്നു. ആ പോകുന്ന വഴിക്ക് വാഹനാപകടങ്ങൾ ഉണ്ടാകാറുണ്ട്, അല്ലാതെയുള്ള അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. വിദ്യാർത്ഥികൾക്ക്, കുട്ടികൾക്ക്, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആശുപത്രി എമർജൻസി കേസുകൾ ഒരുപാട് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ ബഡ്ജറ്റിന്റെ പ്രാധാന്യം. KN ബാലഗോപാൽ എന്ന് പറയുന്ന ധനകാര്യ മന്ത്രിയുടെ വീക്ഷണബോധം എത്രത്തോളം ഉണ്ടെന്ന് തുറന്നു കാട്ടുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു ഇന്നത്തെ ബഡ്ജറ്റ് സമ്മേളനത്തിൽ നമുക്ക് കാണുവാൻ സാധിച്ചത്. ആർക്കും ഒരെതിർപ്പും പറയുവാൻ സാധിക്കാത്തത്ര മനോഹരമായ 2 തീരുമാനങ്ങൾ. അതിൽ ഞാൻ ഒന്ന് പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾക്കുള്ള ഇൻഷുറൻസ്, അപകട ഇൻഷുറൻസ് തന്നെയാണ്. ഏകദേശം 15,000 കോടി രൂപയുടെ നീക്കിയിരിപ്പ് വേണം ഒരു വർഷം നമ്മുടെ വിദ്യാർത്ഥികളുടെ അപകട ഇൻഷുറൻസ് നമുക്ക് കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ. രണ്ടാമത്തെ പോയിന്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ വിഷയം, അത് അപകടത്തിൽപ്പെടുന്ന ഏതൊരു സാധാരണക്കാരനും ആദ്യത്തെ 5 ദിവസം സർക്കാർ ആശുപത്രികളിലും സെലക്ടഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും 5 ദിവസത്തെ സൗജന്യ ചികിത്സ എന്നൊരു സംവിധാനമാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ പൊതുനിരപ്പുകളിൽ അല്ലെങ്കിൽ റോഡുകളിൽ എത്രത്തോളം ജീവനുകളാണ് പൊലിഞ്ഞു പോകുന്നതെന്ന്. ഒരു പക്ഷേ രോഗാപകടം കണ്ടാൽ പോലും ആ രോഗിയെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ രോഗിയുടെ ചിലവെല്ലാം നമ്മൾ നോക്കേണ്ടി വരും എന്നൊരു ചിന്താഗതി പോലും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ മനസ്സിലുണ്ട്. അത്തരത്തിൽ പോലും ഒരുപാട് ജീവനുകൾ അവരുടെ ശ്രദ്ധ മനഃപൂർവ്വം ആ അപകടത്തിൽപ്പെടുന്ന വ്യക്തിയെ എടുത്തുകൊണ്ടു പോകാതെ ആ ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്ന ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോ ഇത്തരത്തിൽ ബഡ്ജറ്റിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് കേരളത്തിലെ പൊതുനിരപ്പുകളിൽ സംഭവിക്കുന്ന അപകടങ്ങൾ, പൊതുനിരപ്പുകളിൽ എന്ന് മാത്രമല്ല കേരളത്തിനകത്ത് നടക്കുന്ന അപകടങ്ങളിൽ, വാഹനാപകടങ്ങളിൽ, ആ അപകടങ്ങളിൽപ്പെട്ട ആശുപത്രിയിൽ, അത് ഗവൺമെന്റ് ആശുപത്രി ആയിക്കോട്ടെ, സെലക്ടഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ആയിക്കോട്ടെ, അവിടേക്ക് എത്തിക്കുന്ന ഏതൊരു പേഷ്യന്റിനും, ഏതൊരു രോഗിക്കും കൃത്യമായി 5 ദിവസം സൗജന്യ ചികിത്സ